ഹായ്, എല്ലാവർക്കും മഹാനവമി ആശംസകൾ. പൂജയൊക്കെ പ്രമാണിച്ച് നമുക്ക് കിച്ചണിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ചാമൃതം ഉണ്ടാക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഉരുളിയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 5 റോബസ്റ്റ പഴം എടുക്കുന്നുണ്ട്. പാകമായിട്ടുള്ള 5 പഴം തൊലി കളഞ്ഞ് നമ്മൾ നന്നായി ഉടച്ചെടുക്കണം. അത് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് അതിൻ്റെ ഭംഗി. കാരണം മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി അരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഇങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രമിക്കുക. കൈ നന്നായി ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഉടച്ചെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഉണക്കമുന്തിരി, അതുപോലെ ഈത്തപ്പഴം ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ എടുത്ത് ചെയ്യുക. ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. പിന്നെ ശർക്കര 100 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൽക്കണ്ടം ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് ഹണി ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മളിവിടെ നമ്മുടെ പഞ്ചാമൃതത്തിനായിട്ട് അതുണ്ടാക്കാനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി പഴം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ച് ചേർക്കുക. അത് ഉടച്ച് ചേർത്തതിന് ശേഷം ശർക്കര 100 ഗ്രാം ശർക്കര നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര നമ്മളെടുത്തു. അത് ഈ പഴത്തോടൊപ്പം തന്നെ കൈകൊണ്ട് നന്നായി ഉടച്ച് ചേർക്കുക. ഇനി തേനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പൂണെടുത്ത് നന്നായി ഉടച്ച് ചേർക്കുക. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഉണക്കമുന്തിരി. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കൽക്കണ്ടം, 1 പിടി കൽക്കണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. കയ്യിലൊരു പിടി കൽക്കണ്ടം എടുത്ത് ഒന്ന് വെതറി കൊടുക്കുക. കുറച്ച് നമ്മളവിടെ മാറ്റി വയ്ക്കുക. അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു നുള്ള്, വളരെ കുറച്ച് ഒരു നുള്ള് കർപ്പൂരം ഒന്ന് ചേർത്ത് കൊടുത്തതാണ്. ഇതിനൊരു കർപ്പൂരത്തിൻ്റെ സ്വാദം ഉണ്ടാവുമല്ലോ പഞ്ചാമൃതത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കർപ്പൂരം നമ്മൾ കത്തിക്കാനായിട്ട് എടുക്കുന്ന കർപ്പൂരമല്ല, വേറെ കഴിക്കുന്ന കർപ്പൂരമാണ്. അത് കിട്ടുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മളുടെ പഞ്ചാമൃതം ഇവിടെ റെഡിയായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.